അസ്സലാമു അലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ്. കട്ട്ലേറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. വലിയ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തത്, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ടത്, ഉപ്പ് ആവശ്യത്തിന്, ചിക്കൻ 250 ഗ്രാം വേവിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്, റസ്ക് പൊടി കുറച്ച്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ കുറച്ച്, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, ഒരു മുട്ട, കറിവേപ്പില 2 എണ്ണം, പച്ചമുളക് 1, ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ കുറച്ച്. സ്റ്റൗ ഓണാക്കി തീ കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എന്നിട്ട് സവാള ആഡ് ചെയ്യുക. അതിലേക്ക് സവാള ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റുക. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുക. വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുക. ഇതിലേക്ക് കറിവേപ്പിലയും ആഡ് ചെയ്യുക. ഇവിടേക്ക് നല്ല മഴയാണ്, സൗണ്ട് ക്ലിയർ ആവുമോയെന്നറിയില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ. സവാള നല്ലോണം വഴറ്റിയതിന് ശേഷമേ നിങ്ങൾ മസാലകളൊക്കെ ഇടാവൂ കേട്ടോ. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുക. ചിക്കൻ പൊടിച്ചു വച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതുപോലെയാണ് ആയി വരിക. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. കൈകൊണ്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതുപോലെ ഒരു കുപ്പിൻ്റെ മൂടിയിലാക്കി ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കാവുന്നതാണ്. അങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയും കിട്ടി. ഇതുപോലെ തട്ടിക്കൊടുക്കാവുന്നതാണ്. കോഴിമുട്ട മിക്സിയിലിട്ട് അടിച്ചെടുത്തതിൽ അത് കോഴിമുട്ടയിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് പൊടിയിൽ ഒന്നാക്കി കൊടുക്കണേ. സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചത് ദോശക്കല്ലാണ്. ഇത് ചൂടാവാൻ വെയിറ്റ് ചെയ്യണം. ചൂടായി കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. എന്നിട്ട് ഇത് അതിലേക്ക് വെക്കാവുന്നതാണ്. 2 ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്.